സുഹൃത്തുക്കളെ, നിസാമാണ് യാത്രാവണ്ടിയിൽ നിന്നും. ഇന്ന് ആറന്മുളയിലാണുള്ളത്. ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളിയാണേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്ക് അല്പം വൈകിയിരുന്നു. വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുത്തു. സുരക്ഷിതമായ ഒരു വീട്ടിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ പമ്പയുടെ കരയിലേക്ക് എത്തി. അപ്പോഴേക്കും ഇവിടെ ജലഘോഷയാത്രയൊക്കെ കഴിഞ്ഞിരുന്നു. ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. പമ്പയുടെ ഇരു കരകളിലുമായി നിരവധി ആളുകളാണ് വള്ളംകളി കാണാൻ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് പ്രധാന പവലിയൻ ഉള്ളത്. VIP പവലിയൻ അവിടെയാണ്. ആ ഭാഗത്താണ് ഉദ്ഘാടനവും അതിനോട് അനുബന്ധിച്ചുള്ള പരിപാടികളും മറ്റും നടന്നിരുന്നത്. അങ്ങ് ദൂരെയായിട്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാം. അപ്പോൾ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിലെ ഒരു മത്സരം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആറന്മുള എന്ന് പറയുന്നത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അർജുനനും കൃഷ്ണനും സമർപ്പിച്ചിരിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനോട് ചേർന്ന് പമ്പാ നദിയിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പയിൽ ആറന്മുള വള്ളംകളി നടത്തപ്പെടുന്നത്. തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട്ടില്ലത്തു നിന്നും തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് വരുന്ന തോണിയെ അകമ്പടി സേവിച്ചിരുന്ന പള്ളിയോടങ്ങളുടെ പ്രൗഢിയും കായികക്ഷമതയും കലാമേന്മയും ജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ വള്ളംകളിയുമായി അനുബന്ധിച്ച് നടക്കുന്നത്. നെടുമ്പ്രയാർ പള്ളിയോടമാണ് ഇതിൽ ആദ്യമായി നിർമ്മിച്ച പള്ളിയോടമെന്ന് വിശ്വസിക്കുന്നു. വള്ളംകളിയിൽ വെള്ളമുണ്ടും തലപ്പാവും അണിഞ്ഞ തുഴച്ചിൽക്കാർ വള്ളപ്പാട്ടുകൾ പാടുന്നു. പള്ളിയോടങ്ങളുടെ അമരച്ചാർത്തും നടുവിലായുള്ള മുത്തുക്കുടയും കൊടിചാമരങ്ങളും ഇതൊരു നയനാനന്ദകരമായ ജലോത്സവമാക്കി മാറ്റുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ നടന്നുവരുന്ന ഈ ജലമേള സാംസ്കാരിക പൈതൃകത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ്. വള്ളംകളിക്ക് മുന്നോടിയായി ഈ പമ്പാ നദിയിലൂടെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട പള്ളിയോടങ്ങളുടെ വർണ്ണാഭമായ ജലഘോഷയാത്ര നടക്കും. തുടർന്നാണ് വള്ളംകളി മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇത്തവണ നെഹ്റു ട്രോഫി നടത്തുന്നത് പോലെയാണ് ഇവിടെയും വള്ളംകളി നടത്തപ്പെട്ടത്. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായാണ് ആറന്മുളയിൽ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. തുഴയെറിഞ്ഞ് ആവേശത്തോടെ വള്ളപ്പാട്ടും പാടി അങ്ങനെ ഒരു പള്ളിയോടം ഇങ്ങനെ കടന്നു വരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ ചുണ്ടൻ വള്ളവും പമ്പയുടെ കരയിലുള്ള ഓരോ ഗ്രാമങ്ങളുടേതാണ്. ഈ പള്ളിയോടങ്ങളെ എല്ലാ വർഷവും മത്സ്യ എണ്ണ, കൊപ്ര, കരി, മുട്ടയുടെ വെള്ളക്കരു എന്നിവയിട്ട് വള്ളങ്ങൾ മിനുക്കിയെടുക്കുന്നു. വള്ളം ഈടും ബലമുള്ളതാവാനും ജലത്തിൽ തെന്നി നീങ്ങുന്നതിനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതത് ഗ്രാമത്തിന്റെ പേരിലാണ് ഓരോ വള്ളങ്ങളും അറിയപ്പെടുന്നത്. ഗ്രാമത്തിലെ ജനങ്ങളുടെ അഭിമാനമാണ് ഈ പള്ളിയോടങ്ങൾ. ആറാട്ടുപുഴ, അയിരൂർ, ചെന്നിത്തല, ചെറുകോൽ, ഇടനാട്, ഇടപ്പാവൂർ, ഇടശ്ശേരിമല, ഇടയാറന്മുള, കാട്ടൂർ, കടപ്പറ, കീഴുകര, മല്ലപ്പുഴശ്ശേരി, മംഗലം, മാരാമൺ, മേലുകര, മുതുവഴി, നെടുമ്പ്രയാർ, നെല്ലിക്കൽ, പൂവത്തൂർ കിഴക്ക്, പൂവത്തൂർ പടിഞ്ഞാറ്, പ്രയാർ, പുല്ലപ്പുറം, പുതുക്കുളങ്ങര, റാന്നി, തെക്കേമുറി, തോട്ടപ്പുഴശ്ശേരി, കോഴഞ്ചേരി, കൊറ്റാത്തൂർ, കോയിപ്പുറം, മാലക്കര, കുറിയന്നൂർ തുടങ്ങി നിരവധി ചുണ്ടൻ വള്ളങ്ങളാണ് ഈ ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ഹീറ്റ്സ് മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. A, B ബാച്ചുകളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയികളെ തിരഞ്ഞെടുത്ത് ഫൈനലിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആറന്മുള വള്ളംകളിയുമായിട്ടുള്ള ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മങ്ങാട്ടില്ലത്ത് നിന്നും ആറന്മുളയ്ക്ക് ഓണക്കാഴ്ചയുമായി പമ്പയിലൂടെ വന്ന ഭട്ടതിരിയെ അക്രമികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി കരക്കാർ വള്ളങ്ങളിൽ തിരുവോണത്തോണിക്ക് അകമ്പടി വന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് ചരിത്രപ്രസിദ്ധമായ ഈ വള്ളംകളി നടത്തപ്പെടുന്നത്.
വള്ളംകളിയിലെ വിജയികൾക്ക് മന്നം മെമ്മോറിയൽ ട്രോഫിയാണ് നൽകപ്പെടുന്നത്. പള്ളിയോടങ്ങൾ ആറന്മുളയുടെ തനതായ ചുണ്ടൻ വള്ളങ്ങളാണ്. വളരെ ബഹുമാനപൂർവ്വമാണ് ഭക്തർ പള്ളിയോടങ്ങളെ കാണുന്നത്. പാർത്ഥസാരഥിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പള്ളിയോടങ്ങളാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഒരു ഡ്രോൺ ഇങ്ങനെ ഇവിടുത്തെ വള്ളംകളിയുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം മാലക്കര പള്ളിയോടത്തോടൊപ്പം ആറന്മുള വള്ളസദ്യ ഉണ്ണുവാൻ ഞാനും എത്തിയിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അന്ന് ലഭിച്ചത്. മുണ്ടും തലപ്പാവും അണിഞ്ഞ് തുഴച്ചൽക്കാരോടൊപ്പം കൂടി വള്ളപ്പാട്ടും പാടി ഞങ്ങൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് തുഴയെറിഞ്ഞ് നീങ്ങി. അവിടെ എത്തി വള്ളപ്പാട്ടും പാടി വള്ളസദ്യയും കഴിച്ച് മടങ്ങിയിരുന്നു. മനോഹരമായ ഒരനുഭവമായിരുന്നു അത്. ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവം. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ ഐക്കാർഡിലും കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഈ വള്ളംകളി, ആറന്മുളയിലെ ഈ വള്ളംകളി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കണ്ട് ഇതിൻ്റെ മനോഹാരിത നിങ്ങൾ ഒന്ന് ആസ്വദിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഫൈനലാകുമ്പോഴേക്കും ഏതാണ്ട് സന്ധ്യയാവാൻ സാധ്യതയുണ്ട്. ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അപ്പോൾ ഒരുപാട് സമയം ഇവിടെ നിന്ന് സന്ധ്യയായി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിനുള്ള സൗകര്യമൊന്നും ഇല്ല. വള്ളങ്ങൾ വരുന്നതൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഫൈനൽ റൗണ്ടിലേക്ക് ഇവിടെ ഞങ്ങൾ നിന്നില്ല. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ചിൽ കോയിപ്പുറം പള്ളിയോടവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. ആവേശകരമായ മത്സരത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിലാണ് ഇരു പള്ളിയോടങ്ങളും മന്നം ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ളത്. ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ തുഴഞ്ഞെത്തിയ നെല്ലിക്കൽ, കോയിപ്പുറം, ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ പള്ളിയോടങ്ങൾ എ ബാച്ചിൻ്റെ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടി. ബി ബാച്ചിൽ ഇതേ മാനദണ്ഡത്തിൽ ഇടക്കുളം, കോറ്റാത്തൂർ, കൈതക്കോടി, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി എന്നീ പള്ളിയോടങ്ങളും ഫൈനലിലെത്തി. എ ബാച്ചിലെ അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ, നെല്ലിക്കൽ എന്നീ പള്ളിയോടങ്ങൾ യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങൾ നേടിയപ്പോൾ ബി ബാച്ചിലെ പോരാട്ടത്തിൽ മന്നം ട്രോഫി ഏറ്റവും കൂടുതൽ തവണ നേടിയ ചരിത്രമുള്ള കോറ്റാത്തൂർ കൈതക്കോടി ഇത്തവണയും ഒന്നാമതെത്തി. തോട്ടപ്പുഴശ്ശേരി, ഇടക്കുളം, കോടിയാട്ടുകര എന്നീ പള്ളിയോടങ്ങൾ 2, 3, 4 സ്ഥാനങ്ങൾ നേടി. നെഹ്റു ട്രോഫി മാതൃകയിലായിരുന്നു ഇത്തവണത്തെ മത്സരം. മനോഹരവും വാശിയേറിയതുമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഏതാനും ദൃശ്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ ചാനലിൽ ആദ്യമായിട്ട് എത്തിയ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക. നിരവധി വീഡിയോകൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും അതുപോലെ പ്രകൃതിയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതുപോലെ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു മനോഹര വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.